തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടെടുപ്പും അതിൻ്റെ ഫലപ്രഖ്യാപനവും കഴിഞ്ഞിരിക്കുന്നു. 40.7% വോട്ടോടുകൂടി UDF മുന്നിൽ നിൽക്കുമ്പോൾ 35.7% വോട്ടോടുകൂടി രണ്ടാം സ്ഥാനത്ത് LDF ആണ് എത്തിയിരിക്കുന്നത്. പക്ഷെ LDFന്റെ ഈ പതനം LDF എന്നല്ല, ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇപ്പൊ എങ്ങനെയാണ് നമുക്ക് തോന്നുക? ഞാൻ മഹാഭാരതത്തെ സംബന്ധിച്ച് നമ്മുടെ ത്രിമൂർത്തികളിൽ ഒരാൾ എഴുതിയ ഒരു കവിതയാണ് ഓർക്കുന്നത്. എന്താണ് ആ കവിത? വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ ശോണിതവും അണിഞ്ഞയ്യോ ശിവ ശിവ, നല്ല മരതക കല്ലിനോടൊത്തൊരു കല്യാണരൂപൻ കുമാരൻ മനോഹരൻ. ഈ കവിത നമ്മുടെ രാഷ്ട്രീയത്തിലെ മുതിർന്ന നേതാക്കന്മാർക്കൊക്കെ നല്ല പരിചയം കാണും. മഹാഭാരതത്തെ ചുറ്റിപ്പറ്റി എഴുതിയിരിക്കുന്ന കഥയാണ്. അപ്പോൾ ആ കല്യാണ രൂപൻ വീണ് പിന്നെ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന കല്യാണ രൂപനെ പോലെയാണ് ഇപ്പോ വലിയ പ്രതീക്ഷകളോടുകൂടി പിണറായി 0.3 എന്ന് പറഞ്ഞ് ഉച്ചായിസ്തരം കാഹളം മുഴക്കി മുന്നോട്ട് പോയ പാർട്ടി. ആ പാർട്ടിക്ക് ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടിയപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ ഒരു അവസ്ഥ, ഒരു ആ കവി ഇപ്പോഴുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഇതുപോലെ പാടുമായിരുന്നു, ഇതുപോലെ കവിത എഴുതുമായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആകട്ടെ, ഏതായാലും ആ കവിത പോലെയുള്ള ഒരു അവസ്ഥ സംജാതമായപ്പോൾ പോലും പലർക്കും അഹങ്കാരത്തിന് ഒരു കുറവും പറ്റിയിട്ടില്ല. വലിയ കാര്യമായ മാറ്റങ്ങളോ തോൽവിയോ ഒന്നും സംഭവിച്ചിട്ടില്ല. ഒരു ചെറിയ ഇത് മാത്രം, അതായത് വളരെ ചെറിയ തോതിലുള്ള ഒരു പരാജയം മാത്രമാണ്. ഇതിനെ വളരെ വേഗം അതിജീവിക്കാൻ പറ്റും എന്ന രീതിയിലാണ് എല്ലാവരും ഇതേപ്പറ്റി അഭിപ്രായ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പിന്നെ അങ്ങനെയല്ലേ പറ്റൂ. വീണ് തകർന്നു കിടക്കുമ്പോഴും കുറച്ചു സമയത്തേക്കെങ്കിലും ആ തകർച്ചയുടെ ആഘാതം, തകർച്ച എത്രമേൽ തളർത്തി എന്നറിയണമെങ്കിൽ പാനൂരിലും ഒക്കെ നടന്ന സംഭവങ്ങൾ ഓർത്താൽ മതി. എന്തൊക്കെ അതിക്രമങ്ങളാണ് പാർട്ടി ചെയ്തത് എന്നുള്ളതിൻ്റെ തെളിവ്. അത് കാരണം പാർട്ടി അങ്ങനെയാണ്. അതായത് ലക്ഷ്യം, വലിയ ഗംഭീര ലക്ഷ്യം മനസ്സിൽ വെച്ചാൽ പിന്നെ ആ ലക്ഷ്യത്തിലെത്താൻ ഏത് ഹീനമാർഗവും സ്വീകരിക്കാം എന്നുള്ളതാണ് പാർട്ടിയുടെ രീതി. ആ രീതിയിൽ ലക്ഷ്യത്തിലെത്താൻ പറ്റിയില്ല എന്ന് കണ്ടപ്പോൾ പിന്നെ ജയിച്ചവരെ ഏത് ഹീനകൃത്യത്തിലൂടെയും ഒരു പാഠം പഠിപ്പിക്കണം എന്ന് കരുതിയുള്ള കയ്യേറ്റങ്ങളാണ് കാണാനിട വന്നത്. അപ്പം ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് LDF എന്തെല്ലാം ചെയ്തു എന്ന് തോന്നുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് നമ്മുടെ മണിയാശാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഓർത്തു നോക്കണം. ഈ 40.7% വോട്ടുമായിട്ട് UDFും 35.7% വോട്ടുമായിട്ട് LDFും നിൽക്കുന്ന ആ സമയത്ത് തന്നെ പിന്നെ മണിയാശാനോട്, അദ്ദേഹം നേരത്തെ മന്ത്രിയൊക്കെ ആയിരുന്നല്ലോ, അപ്പൊ ആ ഇടുക്കിയെ പ്രതിനിധീകരിക്കുന്ന അദ്ദേഹത്തോട് പത്രക്കാർ ചോദിച്ചു എങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഈ പിന്നെ പരാജയം ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്ന രീതിയിൽ അദ്ദേഹത്തോട് ഒരു ചോദ്യം ചോദിക്കുന്നു പത്രക്കാര്. അദ്ദേഹം എങ്ങനെയാണ് അതിനെ ഒന്നാം തരം പെൻഷൻ മേടിച്ച് ഇഷ്ടം പോലെ തിന്നതാണ്. എന്നിട്ട് നേരെ എതിർ വോട്ട് ചെയ്തത് എന്തൊരു പിറപ്പ് പണിയാണ്. എനിക്ക് ഈ പിറപ്പ് പണി എന്താണ്, ആ പിറപ്പ് പണി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായിട്ടില്ല. എന്തായാലും മണിയാശാന് ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ക്ഷേമ പെൻഷനും മറ്റെല്ലാം, അതായത് എന്തൊക്കെയാ കൊടുത്ത് 1600 രൂപയായിരുന്ന ക്ഷേമ പെൻഷൻ 400 രൂപ കൂടി കൂട്ടി 2000 രൂപയാക്കി. അതുപോലെ 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് മറ്റ് പെൻഷൻസ് ഒന്നുമില്ലെങ്കിൽ 1000 രൂപ മാസം ഓണറേറിയം പോലെ കൊടുക്കുന്നു. ഇങ്ങനെയുള്ള ചില എല്ലാം കൂടി 10,000 കോടിയുടെ ക്ഷേമ പെൻഷനുകളുടെ അനൗൺസ്മെന്റ് ആണ് ഇത് ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് തൊട്ട് മുൻപ് ധനമന്ത്രി പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ നമ്മൾ വലിയ കടക്കണിയിലാണ്, ധനപ്രതിസന്ധിയിലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ്. അതിൻ്റെ ഒക്കെ കാരണം കേന്ദ്ര ഗവൺമെന്റാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന
അവസ്ഥയിലാണ് ഇതുപോലെയുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്നത്. അങ്ങനെ പ്രഖ്യാപനങ്ങൾ നടത്തുക മാത്രമല്ല, ഈ പറയപ്പെട്ട 1600 നിന്ന് 2000 രൂപയാക്കിയ പെൻഷൻ കൊടുക്കാൻ തുടങ്ങി. ഇലക്ഷന് മുൻപ് തന്നെ കൊടുത്തു. അതുപോലെ 35 മുതൽ 60 വയസ്സ് വരെയുള്ളവർക്കുള്ള 1000 രൂപ പെൻഷനും മറ്റതുപോലെ ഓഫർ ചെയ്തിരുന്ന എല്ലാം ഈ 10,000 കോടിയുടെ വക ചെലവഴിക്കത്തക്ക രീതിയിൽ ഏതൊക്കെ ക്ഷേമ പെൻഷനുകളാണ് ഓഫർ ചെയ്തിരുന്നത് അതൊക്കെ ഇലക്ഷന് മുൻപ് തന്നെ കൊടുക്കാനും തുടങ്ങി. അങ്ങനെ കൊടുക്കാൻ തുടങ്ങി എന്ന കാരണം കൊണ്ടാണ് മണിയാശാൻ ഇങ്ങനെ രോഷാകുലനായിട്ട് സംസാരിക്കുന്നത്. അപ്പൊ നമുക്ക് മണിയാശാന്റെ സംസ്കാരവും ഒക്കെ നേരത്തെ അറിയാം. നമുക്കറിയാമല്ലോ, പാർട്ടിയെ പറ്റിച്ചവർക്ക് വേണ്ടി 1, 2, 3 എന്ന് പറഞ്ഞ് ഇല്ലായ്മ ചെയ്ത കഥയൊക്കെ അദ്ദേഹം ഒരിക്കൽ പറഞ്ഞതാണ്. വലിയ വിമർശനങ്ങൾക്ക് വിധേയനായതാണ്. അപ്പൊ അങ്ങനെയുള്ള മണിയാശാനാണ് ഇങ്ങനെ പറയുന്നത്. പക്ഷെ ഞാനൊരു ടീച്ചറാണ്, എനിക്കിത് സഹിക്കാൻ പറ്റില്ല. അപ്പൊ മണിയാശാന് ഈ വീഡിയോ കിട്ടുന്നവരാരെങ്കിലും ഒന്ന് ഫോർവേഡ് ചെയ്ത് കൊടുക്കണം. മണിയാശാൻ ഒന്ന് വായിക്കട്ടെ. എവിടെ നിന്നാണ് ഈ ക്ഷേമ പെൻഷൻ കൊടുക്കാനൊക്കെയുള്ള പണം വരുന്നത്? മണിയാശാൻ മനസ്സിലാക്കണം. അത് എവിടെ നിന്നാ മനസ്സിലാവും? ഇതുവരെ മന്ത്രി പദവിയിലൊക്കെ 5 വർഷം ഇരുന്നിറങ്ങിയ ആളാണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. എന്ത് കഷ്ടമാണ് ജനാധിപത്യത്തിൽ ഇങ്ങനെയുള്ളവരൊക്കെ മന്ത്രിമാരായി ഭരിക്കുക. അവരുടെ ഭരണീയരായിട്ടിരിക്കുന്നവരുടെ ഒരു കഷ്ടകാലമാണ് ഞാൻ ഓർത്തു പോകുന്നത്. അപ്പൊ ഇപ്പോഴെങ്കിലും മണിയാശാൻ മനസ്സിലാക്കണം, എവിടെ നിന്നാണ് ഈ പറയപ്പെട്ട ക്ഷേമ പെൻഷനുകൾക്കുള്ള ഫണ്ട് വരുന്നത്? അത് മണിയാശാന്റെ വീട്ടിൽ നിന്നാണോ? അത് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ നിന്നാണോ? അത് ധനമന്ത്രിയുടെ വീട്ടിൽ നിന്നാണോ? അതോ മന്ത്രിമാരുടെ എല്ലാവരുടെയും വീട്ടിൽ നിന്നാണോ? പ്രിയപ്പെട്ട മണിയാശാനെ, ഈ പറയപ്പെട്ട ഒരിടത്തു നിന്നുമല്ല ഈ ഫണ്ട് വരുന്നത്. ഈ ഫണ്ട് വരുന്നത് ഖജനാവിൽ നിന്നാണ്. ഇനി ഖജനാവിലേക്ക് എവിടെ നിന്ന് വരുന്നു ഫണ്ട്? പറഞ്ഞു തരാം. ഖജനാവിലേക്ക് ഫണ്ട് വരുന്ന വഴികൾ ഏതൊക്കെയാണെന്ന്. അതായത് നികുതി വഴി. ഏറ്റവും പ്രധാനപ്പെട്ടത് നികുതി വഴിയാണ്. ആ നികുതി വഴി എന്ന് പറയുമ്പോൾ തന്നെ നേരിട്ടുള്ള നികുതിയുണ്ട്, പിന്നെ നേരിട്ടല്ലാത്ത, അതായത് ഇൻഡയറക്റ്റ് ടാക്സസ് ഉണ്ട്, ഡയറക്റ്റ് ടാക്സസ് ഉണ്ട്. ഡയറക്റ്റ് ടാക്സസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് മണിയാശാനെ? കേട്ട് ശ്രദ്ധിക്കുക. അതായത് ഡയറക്റ്റ് ടാക്സസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഇൻകം ടാക്സ്, അതായത് ഇത്ര വരുമാനത്തിന് മുകളിലുള്ളവർ അതിന്റെ ഇത്ര ശതമാനം നികുതി കൊടുക്കണം. അപ്പൊ ഉയർന്ന വരുമാനക്കാർക്ക് കൊടുക്കേണ്ട നികുതിയാണ് വരുമാന നികുതി എന്ന് പറയുന്നത്. അത് വരുമാനത്തിന്റെ ഉയർച്ച അനുസരിച്ച് നികുതി ഭാരവും കൂടും. അങ്ങനെ അവർ കൊടുക്കുന്ന നികുതി. ഇതേ തരത്തിലുള്ള നികുതി തന്നെയാണ് കോർപ്പറേറ്റ് ഇൻകം ടാക്സ്. കോർപ്പറേറ്റുകളെ വ്യക്തികളായിട്ടാണ്, നിയമ വ്യക്തികളായിട്ടാണ് കോർപ്പറേറ്റുകളെ കാണുന്നത്. അപ്പൊ വ്യക്തികൾക്കുള്ള ഇൻകം ടാക്സ്, വരുമാന നികുതി കോർപ്പറേറ്റ് വ്യക്തികൾക്കുമുണ്ട്. അതാണ് കോർപ്പറേറ്റ് ഇൻകം ടാക്സ്. അപ്പൊ അങ്ങനെ കോർപ്പറേറ്റുകളിൽ നിന്ന് കിട്ടുന്ന ഇൻകം ടാക്സ്, വ്യക്തികളിൽ നിന്ന് കിട്ടുന്ന ഇൻകം ടാക്സ്, ഇതൊക്കെ ഡയറക്റ്റ് ടാക്സസ് ആണ്. കസ്റ്റംസ്, സെൻട്രൽ ഗവൺമെന്റിന് കിട്ടുന്ന കസ്റ്റംസ്, സെൻട്രൽ എക്സൈസ്, ഇതൊക്കെ സെൻട്രൽ ഗവൺമെന്റിൽ, ഈ ഡയറക്റ്റ് ടാക്സസ് ഒക്കെ പോകുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ പൂളിലേക്കാണ്. ആ സെൻട്രൽ ഗവൺമെന്റിന്റെ പൂളിൽ നിന്നാണ് ഫിനാൻസ് കമ്മീഷൻ വഴിയും മറ്റതുപോലെ സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ് വഴിയും ഒക്കെ ആ ഫണ്ട് സംസ്ഥാനങ്ങളിലേക്ക് എത്തുന്നത്. അപ്പം ഈ നമ്മുടെ വരുമാനത്തിന്റെ, അതായത് ഗവൺമെന്റ് ക്ഷേമ പെൻഷനൊക്കെ കൊടുക്കുന്നെങ്കിൽ അതിന്റെ ഒരു സോഴ്സ് ആണ് ഞാൻ പറഞ്ഞത് ഡയറക്റ്റ് ടാക്സസ്, അഥവാ നേരിട്ടുള്ള നികുതികൾ. നേരിട്ടുള്ള നികുതികൾ കേന്ദ്ര ഗവൺമെന്റ് ആണ് പിരിച്ചെടുക്കുന്നത്. അങ്ങനെ പിരിച്ചെടുക്കുന്ന നികുതി ഒരു പൂൾ ആക്കിയിട്ട് ആ പൂളിൽ നിന്ന് ഫിനാൻസ് കമ്മീഷൻ വഴി സംസ്ഥാനങ്ങൾക്ക് തരുന്നു. അതുപോലെ തന്നെ സെൻട്രലി സ്പോൺസേർഡ് സ്കീംസ് വഴി, ഉദാഹരണത്തിന് നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിൽ 90% കേന്ദ്ര ഗവൺമെന്റ് ഫണ്ട് ആണ്, 10% സംസ്ഥാന ഗവൺമെന്റ് ഫണ്ടാണ്. അതുപോലെ സെൻട്രലി സ്പോൺസേർഡ് ആയിട്ടുള്ള ഒരുപാട് സ്കീം, നമ്മുടെ PM ശ്രീ സ്കീം ഒക്കെ അങ്ങനെ ഗണത്തിൽപ്പെട്ടതാണ്. പിന്നെ അതുപോലെ പ്രൊക്യൂർമെന്റ് പ്രൈസസ്, അതായത് നെല്ല് സംഭരിക്കുന്നതിന്റെയും കൊപ്ര സംഭരിക്കുന്നതിന്റെയും ഒക്കെ സംഭരണ വില, അതുമൊക്കെ കേന്ദ്രവും സംസ്ഥാനവും പങ്കിടുകയാണ്. അപ്പൊ അങ്ങനെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് വരുന്ന ഫണ്ട് എന്ന് പറയുന്നത് ഡയറക്റ്റ് ടാക്സ് ആയിട്ട് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ്, പിന്നെ അതുപോലെ അപ്പൊ അങ്ങനെ ഒരു സോഴ്സ് ഡയറക്റ്റ് ടാക്സസ് ആണ്. മണിയാശാന് വേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ഡയറക്റ്റ് സോഴ്സസ് ആണ്, ഡയറക്റ്റ് ടാക്സസ് ആണ് ഒരു സോഴ്സ് ഓഫ് ഇൻകം ഖജനാവിലേക്ക് എത്തുന്നത്. രണ്ടാമത്തെ സോഴ്സ് ഓഫ് ഇൻകവും നികുതിയാണ്. പക്ഷെ ഇൻഡയറക്റ്റ് ടാക്സസ് എന്ന് വെച്ചാൽ നാം വാങ്ങുന്ന സാധന സേവനങ്ങളിൽ മേൽ ചുമത്തുന്ന നികുതി.
ആ സാധന സേവനങ്ങളിൽ മേൽ ചുമത്തുന്ന നികുതിയെ ഭാഗികമായിട്ട് GST, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് ആയിട്ട്, അതായത് ഒരു 50% താഴെ നികുതി GST വഴിയായിട്ടാണ് പിരിച്ചെടുക്കുന്നത്. പിന്നെ ബാക്കിയുള്ളത് സംസ്ഥാന ഗവൺമെന്റുകളുടെ നികുതി പിരിവ് കസ്റ്റഡിയിൽ തന്നെയാണ്. അപ്പൊ അങ്ങനെ GSTയിലേക്ക് ചേക്കേറിയ ഫണ്ട് കേന്ദ്രവും സംസ്ഥാനങ്ങളുമായിട്ട് പങ്കിടുന്നു. അതല്ലാതെ സംസ്ഥാനം പിരിച്ചെടുക്കുന്ന ഇൻഡയറക്റ്റ് ടാക്സസ് അതുകൊണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ ഡയറക്റ്റ് ടാക്സസും ഇൻഡയറക്റ്റ് ടാക്സസുമായിട്ട് നമ്മുടെ ഖജനാവിലേക്ക് എത്തുന്ന ഫണ്ട് അവിടെയും തീരുന്നില്ല. അതിനോടൊപ്പമാണ് നികുതിയേതര വരുമാനം എന്ന് പറയുന്നത്. നികുതിയേതര വരുമാനം എന്ന് പറഞ്ഞാൽ ഫീസായിട്ട്, ഫൈനായിട്ട്, റോയൽറ്റി ആയിട്ട്, അങ്ങനെ പല രൂപത്തിൽ ജനങ്ങളിൽ നിന്ന് തന്നെ ഈടാക്കുന്ന ഫണ്ടാണ്. റോയൽറ്റി ഈടാക്കുന്നെന്ന് പറഞ്ഞതോട് പറയും, അത് ഇപ്പൊ ഉദാഹരണത്തിന് റോയൽറ്റി നമ്മുടെ ഇവിടെ നിന്ന് ഒരു ഖനനം ചെയ്ത് ഒരു ധാതു വിൽക്കുന്നു. അപ്പൊ ആ ഖനനം ചെയ്യുന്ന ധാതുവിൽ നിന്ന് കിട്ടുന്ന നികുതി, അതിൽ നിന്ന് പിരിച്ചെടുക്കുന്ന നികുതിയാണ് യഥാർത്ഥത്തിൽ റോയൽറ്റി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ എന്തൊക്കെ വരുമാന മാർഗമായി ഇപ്പോ നികുതി വരുമാനമുണ്ട്, നികുതിയേതര വരുമാനമുണ്ട്. നികുതി വരുമാനത്തിൽ തന്നെ നേരിട്ടുള്ള നികുതിയുണ്ട്, പരോക്ഷ നികുതിയുണ്ട്, പ്രത്യക്ഷ നികുതിയുണ്ട്. അതായത് പരോക്ഷ നികുതി അഥവാ ഇൻഡയറക്റ്റ് ടാക്സസ്, പ്രത്യക്ഷ നികുതി അഥവാ ഡയറക്റ്റ് ടാക്സസ്. അങ്ങനെ ഡയറക്റ്റ് ടാക്സ് വഴി, ഇൻഡയറക്റ്റ് ടാക്സ് വഴി, നികുതിയേതര വരുമാനം വഴി ഒക്കെ സമാഹരിക്കുന്ന ഫണ്ടാണ് ഖജനാവിലുള്ളത്. തീർന്നില്ല. ഈ ഖജനാവിലുള്ള പണം മുഴുവൻ എടുത്തിട്ടും മതിയാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഇനി ഒരു സോഴ്സ് ഓഫ് ഇൻകം കൂടിയുണ്ട്. അതെന്താണ്? കടം വാങ്ങൽ. അപ്പൊ ഇപ്പൊ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് വലിയ കടത്തിന്റെ അറ്റത്താണ് നിൽക്കുന്നത്. അങ്ങനെയാണ് പണം സമാഹരിക്കുന്നത്. ഇനി കടം വാങ്ങിയാൽ തന്നെ അതിന്റെ ഭാരം ആരില്ല വീഴുന്നത്? അതിന്റെ ഭാരവും വീഴുന്നത് ജനങ്ങളിൽ തന്നെയാണ് മണിയാശാനെ. എന്തുകൊണ്ട്? ഈ കടവും അതിന്റെ പലിശയും എല്ലാം കൊടുത്തു തീർക്കുന്നത് ജനങ്ങളിൽ നിന്ന് കാലാകാലങ്ങളിൽ പിരിച്ചെടുക്കുന്ന നികുതി വഴിയായിട്ട് തന്നെയാണ്. അപ്പൊ നികുതിയുടെ ആഘാതം എന്ന് പറയുന്നത് ജനങ്ങളിലാണ്. അതുപോലെ ആ നികുതി, നികുതിയേതര വരുമാനം, കടം ഇവയെല്ലാമാണ് ഒരു സംസ്ഥാന ഖജനാവിലെത്തുന്ന ഫണ്ട് എന്ന് പറയുന്നത്. അങ്ങനെ ഖജനാവിലെത്തുന്നത് എടുത്താണ് ഇതുപോലെ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് കൊടുക്കുന്നത്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്റെ പുണ്യകർമ്മമായിട്ട് കാണണ്ട, ഏതെങ്കിലും ഒരു ഗവൺമെന്റിന്റെ എന്താ പറയുക പാർട്ടി ഫണ്ടിൽ നിന്ന് എടുത്തുകൊണ്ടുവരുന്നു കൊടുത്തതായിട്ട് കാണണ്ട. ഇതൊക്കെ ജനങ്ങളിൽ നിന്ന് തന്നെ പല വിധത്തിൽ പിരിച്ചെടുക്കുന്ന ഫണ്ട് ഖജനാവിലെത്തുകയും ആ ഫണ്ടിൽ നിന്ന്, അതായത് നല്ല ആലോചന ശക്തിയുള്ള, നല്ല അക്കൗണ്ടബിലിറ്റി ഉള്ള, വിവേചന ശക്തിയുള്ള ഒരു ഗവൺമെന്റ് ആണ് ഭരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആവശ്യങ്ങളുടെ ലിസ്റ്റ് തയ്യാറാക്കുന്നു. ഏറ്റവും പ്രയോറിറ്റി ഉള്ള ആവശ്യങ്ങൾ ഏതൊക്കെ, ഏറ്റവും പ്രയോറിറ്റി കുറഞ്ഞ ആവശ്യങ്ങൾ ഏതൊക്കെ. ഈ പ്രയോറിറ്റി കുറഞ്ഞ ആവശ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ എനിക്ക് പറയാൻ പറ്റുന്നത്, ഞാൻ സാമ്പത്തിക ശാസ്ത്രം പഠിച്ചിട്ടുള്ള ആളാണെന്ന രീതിയിൽ പറയാൻ പറ്റുന്നത്, അതായത് നമ്മുടെ ഈ സംസ്ഥാന ഗവൺമെന്റ് നടത്തിയിരുന്ന കുറേ പരിപാടികൾ ഉണ്ടല്ലോ. അതായത് ഗവൺമെന്റ് ഭരണത്തിൽ വന്ന കാലം മുതൽ കേരളീയം, നവകേരള സദസ്, അതുപോലെ തന്നെ എൻ്റെ കേരളം പരിപാടി, പിന്നെ എത്രയാ ആർക്കെങ്കിലും ഒരു അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അവരെ പിന്നെ ആശ്ലേഷിക്കുന്നതിന് വേണ്ടി, അവരെ പാടി പുകഴ്ത്തുന്നതിന് വേണ്ടി വലിയ കോടികൾ ചെലവഴിച്ച് അതിനുവേണ്ടി പിന്നെ കർമ്മങ്ങൾ, പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നു. ലോക കേരള സഭ എന്ന് പറഞ്ഞ് ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് ന്യൂയോർക്കില് ലോക കേരള സഭ നടത്തിയത് നമുക്കറിയാം. ഇങ്ങനെ നിരവധി പ്രവർത്തികൾക്ക് വേണ്ടിയാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്താണ് ഈ ഗവൺമെന്റ്, LDF ഗവൺമെന്റ് ഇതിനൊക്കെ വേണ്ടി പണം ചെലവഴിച്ചത്. പറയുന്നത് എന്താ? അയ്യോ നമ്മുടെ കേരളം, അതായത് പുതിയ കേരളം ഇതാ എത്തിക്കഴിഞ്ഞു, പുതിയ കേരള സൃഷ്ടി, നവകേരള സൃഷ്ടിയിലേക്കുള്ള യാത്രയായിട്ടാണ് ഇതൊക്കെ പറയുന്നത്. പക്ഷെ നവകേരള സൃഷ്ടിക്ക് അനിവാര്യമായി വേണ്ട ഫണ്ട് എടുത്ത് മിസ്യൂസ് ചെയ്യുകയാണ് ഈ വക കാര്യങ്ങൾ കൊണ്ടൊക്കെ എന്നുള്ളത് കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാകും. പക്ഷെ അതിനുശേഷം റീൽസ് ഉണ്ടാക്കുകയോ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുകയോ ഒക്കെ ചെയ്തത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. കോമൺ സെൻസ് ഉള്ള മനുഷ്യന് മനസ്സിലാകും ഇതൊക്കെ ദുർവ്യയം മാത്രമാണ് ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന്.
അതായത് നവകേരള സദസ് നടത്തിയത് എങ്ങനെയായിരുന്നു? 1,05,00,000 രൂപ വിലയുള്ള ഒരു ബസ് വാങ്ങി ആ ബസ്സിലാണ് യാത്ര ചെയ്തത്. മന്ത്രിമാർക്ക് വേണ്ടി പ്രത്യേക സജ്ജീകരണങ്ങളോടുകൂടി ചെയ്ത ആ ബസ് എടുത്തപ്പോ നമ്മളൊക്കെ വിചാരിച്ചു ശരി, ഇനി ഓരോ മന്ത്രിയുടെയും വണ്ടിയൊന്നും അവരെ ഫോളോ ചെയ്യണ്ടല്ലോ, ഈ ബസ് മതിയല്ലോ കേരളം മുഴുവൻ ചുറ്റിക്കറങ്ങി വരാനെന്ന്. പക്ഷേ കേരളം മുഴുവൻ ചുറ്റിക്കറങ്ങുന്നതിന് ആ ബസ് പോരായിരുന്നു. അവരുടെ എല്ലാ അകമ്പടി വാഹനങ്ങളും പരിവാരങ്ങളും ഒക്കെ പുറകെ ഉണ്ടായിരുന്നു. അപ്പൊ ചെലവിൽ ഒരു കുറവുമില്ല. അത് പോലെയാണ് ചെലവിന്റെ അധിക ദൂർത്താണ് ഈ 1,05,00,000 രൂപ കൊടുത്തൊരു ബസ് വാങ്ങി. പിന്നെ അതിനകത്ത് വേറെ ഒരുപാട് പണികളൊക്കെ ചെയ്തു. എത്ര ആയി എന്ന് നമുക്കറിഞ്ഞുകൂടാ. അങ്ങനെ തന്നെയല്ലേ? അതേ സമയത്ത് നമ്മൾ ഓർക്കും, നേരത്തെ നമുക്കൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, യുണൈറ്റഡ് നേഷൻസ് ജനസമ്പർക്ക പരിപാടിക്ക് അവാർഡ് കൊടുത്ത ഒരു മുഖ്യമന്ത്രി. അതാരാണ്? ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടി. അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹത്തിന്റെ ഒരു വാഹനത്തിൽ, അതായത് സർക്കാർ വാഹനത്തില് ഇവിടുന്ന് കാസർഗോഡ് വരെ പോകുന്നു. ആ പോകുന്ന വഴിക്ക് തന്നെ LDFകാർ അന്ന് വാഹനം എറിഞ്ഞു തകർക്കുകയും അങ്ങനെ ഒരുപാട് ദുരന്തങ്ങൾ ഒക്കെ സൃഷ്ടിക്കുകയും ചെയ്തതാണ്. ആ വാഹനത്തിൽ തന്നെ അകമ്പടി വാഹനങ്ങളോ ഒന്നുമില്ലാതെ പോയി അദ്ദേഹം ഈ സംസ്ഥാനം മുഴുവനും ചുറ്റി നടന്ന് സാധാരണക്കാരുടെ പ്രശ്നങ്ങളെല്ലാം പഠിച്ചാണ് അദ്ദേഹം പരിഹാരം കാണാൻ നോക്കിയത്. അദ്ദേഹം എന്താ പറയുക, ഓരോരുത്തരും കൊടുക്കുന്ന മെമ്മോറാണ്ടം മേടിച്ച് ചവറ്റുകൊട്ടയിൽ ഇടുക അല്ല ചെയ്തത്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിന്റെ ഉത്തരം കണ്ടെത്തണം, ഇതിന് സൊല്യൂഷൻ ഉണ്ടാക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹം സ്റ്റാഫിനെ അതിന് ഉത്തരവാദപ്പെട്ട സ്റ്റാഫിനെ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. വയനാട് ജില്ലയിൽ അദ്ദേഹത്തിന്റെ ഈ പറയപ്പെട്ട നടക്കുന്ന സമയത്ത് വയനാട് ജില്ലയിൽ കാട്ടാന സാധാരണ ഇറങ്ങുന്ന ഒരു സ്റ്റേഡിയത്തിലായിരുന്നു. രാത്രി 1 മണി 2 മണിയായിട്ടും ജനക്കൂട്ടവും തീരുന്നില്ല, ഇദ്ദേഹത്തിന്റെ ഇതും കാണുന്നില്ല. അപ്പൊ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന പോലീസുകാരും ഉദ്യോഗസ്ഥരും ഒക്കെ പറഞ്ഞു, ഇനി ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല, നമുക്ക് നാളെ നടത്താം. അപ്പൊ അദ്ദേഹം എന്തുത്തരം പറഞ്ഞു എന്നാണ് എഴുതി വാർത്തകളിൽ വന്നത്? എന്നെ പോലെയല്ലേ ഇവിടെ ഇരിക്കുന്ന ആൾക്കാര്, അവർക്കൊക്കെ ആനയെ പേടിയില്ലേ, അവർക്കൊന്നും പ്രശ്നമില്ലെങ്കിൽ പിന്നെ എനിക്ക് എന്ത് പ്രശ്നം എന്ന് പറഞ്ഞ് അദ്ദേഹം അവിടെ നിന്ന് എല്ലാവരെയും കണ്ടതിന് ശേഷം മാത്രമാണ് പിരിഞ്ഞത്. അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രിയെ സാധാരണ ജനങ്ങള് അവര് മറന്നു പോവില്ല, ആ മുഖ്യമന്ത്രിയെയും ഈ മുഖ്യമന്ത്രിയെയും. അപ്പൊ അങ്ങനെയുള്ള ആ മുഖ്യമന്ത്രിയുടെ സ്ഥാനത്താണ് നവകേരള സദസ് എന്ന് പറഞ്ഞ് നടന്നത്. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കിയതായിട്ട് ഒരു കുറിപ്പ് പോലും കണ്ടില്ല. അതൊക്കെ കഴിഞ്ഞു പിന്നെയും എന്റെ കേരളം പരിപാടി, എത്ര കോടിയാണ് എന്റെ കേരളം പരിപാടിക്ക് വേണ്ടി നടപ്പാക്കിയത്. അങ്ങനെ ഇവിടെ നടത്തിയ എത്രയെത്ര മാമാങ്കങ്ങൾ നമുക്കറിയാം. അതിൽ നിന്നൊന്നും യാതൊന്നും ഉരുത്തിരിഞ്ഞു വന്നില്ല. ഇനി അതുപോലെ തന്നെ നമുക്ക് ലോക കേരള സഭ കൂടി എവിടെ വെച്ചാണ്? ന്യൂയോർക്കിൽ വെച്ച്, ടൈം സ്ക്വയറിൽ വെച്ച് ലോക കേരള സഭ കൂടി പിരിഞ്ഞതിന് ശേഷം ആണ് COVID-19 ഉണ്ടാകുന്നത്. ആ COVID-19 ഉണ്ടായ സമയത്ത് ലോക കേരള സഭയൊക്കെ കൂടി പിരിഞ്ഞതല്ലേ? ഒരു ചെറുവിരൽ അനക്കി ഈ ലോക കേരള സഭയുടെ ഉദ്യോഗസ്ഥരോ അതിനോട് ചേർന്ന് നിന്നവരാരെങ്കിലും കോവിഡ് ബാധിച്ച് വിദേശത്ത് മരിച്ചവരുടെ ഡെഡ് ബോഡി കൊണ്ടുവരുന്നതിനോ, കോവിഡ് ബാധയെ ഭയന്ന് നാട്ടിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരെ ഒന്ന് കൊണ്ടുവരുന്നതിനോ ഒന്നും അവസാനം കേന്ദ്ര ഗവൺമെന്റ് വന്ദേ ഭാരത് പ്ലെയിനുകൾ അനുവദിച്ചപ്പോൾ മാത്രമാണ് അത്തരക്കാർക്ക് ഗൾഫ് മേഖല എപ്പോഴും കേരളത്തെ താലോലിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അവിടെ പോയി പണിയെടുത്ത് കഷ്ടപ്പെട്ട് പണിയെടുത്ത ഓരോ പൈസയും, അതായത് കുബൂസും കഴിച്ച് വെറും എന്താ പറയുക ബണ്ണും കഴിച്ച് നിരപ്പ് മുറികളിൽ കിടന്നുറങ്ങി, തട്ടുപോലെയുള്ള കട്ടിലുകളിൽ കിടന്നുറങ്ങി കഷ്ടപ്പെടുന്നവരയക്കുന്ന പണമാണ് കേരളം ദൂർത്തടിക്കുന്നതും കൂടി നമ്മൾ ഓർക്കണം. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന ആ ദുരവസ്ഥ, അത് എന്നിട്ടും പറയുന്നത് ഞങ്ങള് അപ്പോഴൊന്നും ഈ ലോക കേരള സഭയോ അങ്ങനെയുള്ള ആരുമില്ല, തിരിഞ്ഞു നോക്കാനില്ലായിരുന്നു. അങ്ങനെ പോന്ന് ഈ പറയപ്പെട്ട എല്ലാത്തരം മാമാങ്കങ്ങളും എത്രയോ റീൽസ് ഇറക്കി എല്ലാ മഹത്തരമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഇതൊന്നും വില പോയില്ല എന്നതിന്റെ തെളിവാണ് ഈ ഇത്രയേറെ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് തീർച്ചയായിട്ടും 3ാം വരവ് ഉറപ്പ് എന്ന് വിചാരിച്ചത് കൊണ്ടാണ്. ഇനി 6 മാസമേ ഭരണത്തിലുള്ളൂ. ഈ അടുത്തിടെയാണ് മുഖ്യമന്ത്രി 1,10,00,000 രൂപ മുടക്കി 2 കാറുകൾ വാങ്ങാനുള്ള തീരുമാനമെടുക്കുന്നത്. അതിനുള്ള ഫണ്ടും ഫിനാൻസിൽ നിന്ന് കൊടുക്കുന്നു. അപ്പൊ ഫണ്ട് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ നാം ഓർക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്.
നമ്മുടെ 1 കോടി 10 ലക്ഷം രൂപ അത്ര വലിയ കാര്യമാണ് ഒരു സംസ്ഥാനത്തിന് എന്ന് ചോദിച്ചേക്കാം. പക്ഷെ നമ്മൾ ഓർക്കണം, നോക്കൂ, നമ്മുടെ മെഡിക്കൽ കോളേജുകൾ എങ്ങനെ കിടക്കുന്നു. അതായത് ശരിക്കും വെന്റിലേറ്ററിലാണ് മെഡിക്കൽ കോളേജുകൾ എന്നുള്ളത് ഇവിടെ സർവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരുണ്യ ലോട്ടറി അതുവഴിയായിട്ട് കിട്ടുന്ന ഫണ്ട് കാരുണ്യ ബെനവലന്റ് സ്കീമിന്, കാസ്പിന് ചെലവഴിക്കേണ്ടതാണ്. എന്നിട്ട് കാസ്പിൽ അംഗങ്ങളായിരിക്കുന്ന ആശുപത്രികളും മെഡിക്കൽ കോളേജുകളും ഒക്കെ പിരിഞ്ഞു പോകുന്നു. എന്തുകൊണ്ടാണ്? അവർക്ക് കൊടുക്കാൻ കോടിക്കണക്കിന് കുടിശ്ശിക കിടക്കുന്നു, കൊടുത്തിട്ടില്ല. അതുപോലെ ഏത് മേഖല, കാർഷിക മേഖല എടുത്തു നോക്കൂ. ഡോക്ടർ ബി അശോകുമായിട്ട് പിണങ്ങിയതും കോടതിയിൽ പോയതും ഒക്കെ എന്തിനാണെന്ന് ആലോചിച്ച് നോക്കണം. അതായത് വേൾഡ് ബാങ്കിന്റെ വായ്പ കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. ഓർമ്മിക്കുക പ്രിയപ്പെട്ടവരെ, കാർഷിക മേഖല ഇപ്പൊ എങ്ങനെ കിടക്കുന്നു? കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, അതായത് രാസവളങ്ങൾ ഇല്ലാതെ നമ്മുടെ തെങ്ങിന്റെ അവസ്ഥ ഇപ്പൊ അറിയാമല്ലോ. തെങ്ങിന് ഏറ്റവും ആവശ്യമുള്ള വളം എന്താണെന്ന് അറിയാമോ? പൊട്ടാസ്യത്തിന് പകരം ഇഷ്ടം പോലെ ചാമ്പൽ ഇട്ട് കൊടുത്താലും മതി. പക്ഷെ ചാമ്പലും ഇടാൻ ഇവിടെ എന്തെങ്കിലും കൃഷിയോ വല്ലോ നടത്തുന്നുണ്ടെങ്കിലല്ലേ ചാമ്പലൊക്കെ ഉണ്ടാവുള്ളൂ. ചണ്ടി ഉണ്ടെങ്കിലല്ലേ ചണ്ടി കത്തിച്ച് ചാമ്പൽ ഉണ്ടാവും. അടുപ്പിൽ തീ കത്തിച്ചാലല്ലേ ചാമ്പൽ ഉണ്ടാവും. ഗ്യാസ് അടുപ്പ് മാത്രമുള്ള സ്ഥലത്ത് എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാവുക? അപ്പൊ അങ്ങനെ പൊട്ടാസ്യം പോലെ, അതുപോലെ യൂറിയ, ഫോസ്ഫേറ്റ്, പൊട്ടാസ്യം, ഈ 3 വളങ്ങൾ വളരെ അത്യന്താപേക്ഷിതമാണ് നെൽകൃഷിക്ക്. യൂറിയയും അതുപോലെ ഫോസ്ഫേറ്റും പൊട്ടാസ്യവും വേണം. ഏറ്റവും കൂടുതലായിട്ട് വേണ്ടത് യൂറിയയാണ്. പക്ഷേ യൂറിയയുടെ ഒക്കെ വില കുതിച്ചുയർന്നു, പൊട്ടാസ്യം കിട്ടാനേ ഇല്ല. നമ്മൾ പൊട്ടാസ്യം ഇറക്കുമതി ചെയ്യുന്നത് കൂടുതലും റഷ്യയിൽ നിന്നാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ഈ പൊട്ടാസ്യത്തിന്റെ പിന്നെ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ വില പൊങ്ങി നിൽക്കുകയാണ്. കർഷകർക്ക് ആർക്കും താങ്ങാൻ പറ്റാത്ത രീതിയിൽ ഉയർന്നു നിൽക്കുക. അങ്ങനെ കർഷകർ കിടക്കുന്ന സമയത്താണ് സമഗ്ര കാർഷിക വികസനത്തിന് വേണ്ടി വേൾഡ് ബാങ്ക് അലൗ ചെയ്ത വായ്പ, അതിൽ കേരളത്തിന്റെ ഷെയർ ആദ്യ ഗഡു വന്നത് കൃഷിയുടെ എന്താ പറയുക, ചീഫ് സെക്രട്ടറി അറിയാതെ എടുത്ത് അത് ചെലവഴിച്ചു ഗവൺമെന്റ്. എന്റെ കേരളം പ്രോജക്റ്റിനൊക്കെ ആയിരിക്കും ആ സമയത്ത് എന്റെ കേരളമാണ് നടന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ചെലവഴിച്ചു. അത് വലിയ വിവാദമൊക്കെയായി. ഇതുപോലെയാണ് കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന, അതായത് നമുക്ക് നെല്ല് സംഭരിക്കുന്നതിന് കിട്ടുന്ന ഫണ്ട് പോലും വകമാറ്റി ചെലവഴിക്കുന്നു എന്ന് എല്ലായ്പ്പോഴും അടിവരയിട്ട് പറയുന്നത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സർക്കാരിനെ എന്താണ് പറയതിന്റെ താങ്ങി നിർത്തേണ്ട ഒന്നല്ല. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. വളരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് പഠനങ്ങൾ നടത്തി കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നു. കേന്ദ്ര ഗവൺമെന്റിനെയും അത് കൃത്യമായിട്ട് അവലോകനം നടത്തി റിപ്പോർട്ട് കൊടുക്കും. അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റിനെയും. അങ്ങനെ സംസ്ഥാന ഗവൺമെന്റിനെ പറ്റി ഫണ്ട് ദുർവിനിയോഗം ചെയ്യുന്നത്, വകമാറ്റി ചെലവഴിക്കുന്നത് എല്ലാ മേഖലകളിലും ഈ തന്നെയാണ് ഓഡിറ്റേഴ്സിന്റെ അസോസിയേഷൻ പറയുന്നു. ഓഡിറ്റിങ്ങിന് CAG അനുവദിക്കുന്നില്ല. CAG അനുവദിക്കാതിരിക്കാൻ ഒക്കില്ല, പക്ഷെ ഇന്റേണൽ ഓഡിറ്റേഴ്സിനെ അനുവദിക്കുന്നില്ല. ഏത് മേഖലയിൽ നോക്കിയാലും CAG റിപ്പോർട്ടുകൾ എല്ലാം എടുത്തു നോക്കൂ. എല്ലാം ഈ പറയപ്പെട്ട വകമാറ്റി ചെലവഴിക്കലും ദുർവ്യയവും, പിന്നെ അതുപോലെ തന്നെ അല്ലെങ്കിൽ എന്താണ് പറയുക, നിഷ്ക്രിയത്വം പാലിക്കുക, കുടിശ്ശിക കിടക്കുക. 10-20,000 കോടി രൂപയാണ് ഓരോ വർഷവും നമ്മുടെ ബജറ്റ് എടുത്തു നോക്കിയാൽ 22,000 കോടിയോളം ഉണ്ട് ഈ വർഷത്തെ ബജറ്റിൽ പിരിച്ചെടുക്കാനുള്ളത് കുടിശ്ശിക. വലിയ കടക്കണിയിലാണെന്ന് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ്? എല്ലാ മേഖലയിലും ഉദ്യോഗസ്ഥരുണ്ട്. പക്ഷെ ആ ഉദ്യോഗസ്ഥരൊക്കെ വെറുതെ ഫയലിൽ അടയിരിക്കുന്നു. അവനവൻ ചെയ്യേണ്ട ജോലി ചെയ്യുന്നില്ല. ചെയ്യാതിരുന്നിട്ടാണ് എല്ലാ 5 വർഷവും ശമ്പള പരിഷ്കരണം എന്ന് പറഞ്ഞ് മുഷ്ക് കാണിക്കുന്നത്. ഇപ്പൊ അവർക്ക് ശമ്പള പരിഷ്കരണം നടത്താത്തത് കൊണ്ടാണ് ഈ തോൽവി എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, എന്ന് കരുതിക്കൊണ്ട്, തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇപ്പൊ ഗവൺമെന്റ്, കാരണം ആ 5 ലക്ഷം ഗവൺമെന്റ് അവരുടെ കുടുംബത്തിന്റെ ഒക്കെ അങ്ങനെ വോട്ട് വരുമ്പോഴത്തേനും 10, 12, 13 ലക്ഷം വോട്ട് വരും. അപ്പൊ ആ വോട്ടിന്റെ കുറവ് കൊണ്ടാണ് എന്ന് കരുതി ഇപ്പൊ ഇതാ നിങ്ങൾ കണ്ടോളൂ, അധികം താമസിയാതെ തന്നെ അടുത്ത ശമ്പള പരിഷ്കരണത്തിനുള്ള പേപ്പറുകളും തീരുമാനങ്ങളും ഒക്കെ എടുക്കാൻ തുടങ്ങും. അപ്പൊ ഇതുപോലെ കെടുകാര്യസ്ഥത ഒരു ഗവൺമെന്റിന് എങ്ങനെ കാണിക്കാൻ കഴിയും എന്നുള്ളതാണ്. പൊതുജനത്തിന്റെ, അതായത് ജനസാമാന്യത്തിന്റെ ക്ഷേമത്തിന് വേണ്ടിയാണ്. അപ്പൊ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ നമ്മുടെ നേതാക്കന്മാർ ഒരു കാര്യം മനസ്സിലാക്കണം. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മാർക്സ് എഴുതിയത് 1848 എത്ര നേതാക്കന്മാർ അത് വായിച്ചിട്ടുണ്ട്? എത്ര നേതാക്കന്മാർക്ക് അത് അറിയാം എന്ന് എനിക്ക് സംശയമുണ്ട്. ആ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ഒന്ന് എടുത്ത് വായിക്കണം. എന്നിട്ട് അണികൾക്ക് അതിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്നൊന്ന് പറഞ്ഞു കൊടുക്കണം.
അതിന്റെ കൂടെ തന്നെ വായിക്കാൻ ഞാൻ വേറൊരു ഗ്രന്ഥവും കൂടി പറഞ്ഞു തരാം. ബ്രിട്ടീഷ് ഇക്കണോമിക് ഹിസ്റ്ററി. ആ ബ്രിട്ടീഷ് ഇക്കണോമിക് ഹിസ്റ്ററി എഴുതിയ മഹാരഥൻ ഗ്രേറ്റ് ബ്രിട്ടനിലെ ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ കൃത്യമായി പഠിച്ച് അവലോകനം ചെയ്താണ് ആ പുസ്തകം ബ്രിട്ടീഷ് ഇക്കണോമിക് ഹിസ്റ്ററി എന്ന ആ ഗ്രന്ഥം രചിച്ചിട്ടുള്ളത്. ആ ബ്രിട്ടീഷ് ഇക്കണോമിക് ഹിസ്റ്ററി എടുത്ത് വായിക്കാം. അതുമല്ലെങ്കിൽ അതിനേക്കാളൊക്കെ പ്രധാനമാണല്ലോ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. ആ മാനിഫെസ്റ്റോ എടുത്ത് വായിച്ചാൽ മനസ്സിലാകും എന്തുകൊണ്ടാണ് മാർക്സ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതിയത്. അത്രയേറെ പീഡിപ്പിക്കപ്പെട്ട ഒരു ജനതയായിരുന്നു അവിടെ തൊഴിലാളികൾ. അങ്ങനെ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഓവർ ടൈം വർക്ക്, 5 വയസ്സ് മുതലുള്ള കുട്ടികളെ കൊണ്ട് 7-10 മണിക്കൂർ ജോലി ചെയ്യിപ്പിച്ചിരുന്നു. അവര് ഇൻഡസ്ട്രിയൽ റവല്യൂഷനെ പറ്റി കൂടുതൽ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അവരോരോ എന്താ പറയുക, ഓരോ ഫാനിന്റെ ഇത് തിരിക്കുവാന്നിരിക്കട്ടെ, ഒരു ഫാൻ പോലെ ഉള്ള ഒരു ഉപകരണം, കറങ്ങിക്കൊണ്ടിരിക്കുന്ന വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഉപകരണത്തിന്റെ ഇത് തിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി. അന്നേരം ഓട്ടോമാറ്റിക് ആയിട്ട് തിരിക്കാനുള്ള സൗകര്യങ്ങൾ അന്ന് കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ കുട്ടി അതിന്റെ ഇത് പിടിച്ച് പെഡലിൽ പിടിച്ച് ഇങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറെ മണിക്കൂറുകൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി ഉറങ്ങി അതിലേക്ക് വീഴുന്നു, കുട്ടി ഛന്ന ഭിന്നമായി തിരിയുന്നു. ഇതുപോലെ എത്ര പോലും സംഭവങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആ ബ്രിട്ടീഷ് ഇക്കണോമിക് ഹിസ്റ്ററി എന്ന ഗ്രന്ഥം വായിച്ചാൽ നമ്മൾ ആരും കരഞ്ഞു പോകും. അത്ര അത്രയും സങ്കടം നമുക്ക് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വായിച്ചാൽ തന്നെ വരില്ല. അപ്പൊ ഈ പുസ്തകം ഇതുപോലെയുള്ളതെല്ലാം കണ്ടാണ് മാർക്സ് ബ്രിട്ടീഷ് മ്യൂസിയം ലൈബ്രറി, അന്ന് ലോകത്തിലെ 1ാമത്തെ ലൈബ്രറി, ഇന്ന് ലോകത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ ലൈബ്രറിയാണ് ബ്രിട്ടീഷ് മ്യൂസിയം ലൈബ്രറി. എന്നാണ് മാർക്സ് ഇതൊക്കെ കാണുന്നത്. ഇങ്ങനെ, അതായത് ഗർഭിണികളായ സ്ത്രീകള് 18 മണിക്കൂർ വരെ ജോലി ചെയ്യുക, പുരുഷന്മാർ 21 മണിക്കൂർ വരെ ജോലി ചെയ്യുക. എന്നിട്ട് ഇവർക്കൊക്കെ കൊടുക്കുന്ന കൂലി എത്രയാണെന്നറിയാമോ? ഹാൻഡ് ടു മൗത്ത് എക്സിസ്റ്റൻസ് എന്നാ പറയുക. അതായത് ജീവൻ പിടിച്ചു നിർത്താനുള്ള കൂലി. കൂടുതൽ ഉൽപാദനം, അതായത് കൂടുതൽ കുട്ടികളെ പ്രസവിക്കാതിരിക്കാൻ വേണ്ടി അതിനുള്ള കരുതൽ എന്ന രീതിയിലാണ് ഈ മിനിമം കൂലി നിശ്ചയിക്കുന്നത്. അങ്ങനെ കൂലി കൊടുത്ത് ഓവർ ടൈം വർക്ക് ചെയ്യിപ്പിച്ച ഇരുട്ടറകളില്, യാതൊരു കാറ്റും കയറി വരാത്ത ഇരുട്ടറകളിൽ ഇരുന്ന് ജോലി ചെയ്യുന്നത് കണ്ട് ചങ്ക് തകർന്നാണ് മാർക്സ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എഴുതുന്നത്. ആ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ വല്ലതും ഒന്ന് വായിച്ചിട്ട് ഈ സഖാക്കൾക്കൊന്ന് പറഞ്ഞു കൊടുക്കണം, പ്രിയപ്പെട്ട ശ്രേഷ്ഠ കമ്മ്യൂണിസ്റ്റുകാരെ. അങ്ങനെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളും മര്യാദയ്ക്ക് പെരുമാറും, അവരും മര്യാദയ്ക്ക് പെരുമാറും. ഈ സാധാരണ അതായത് നമ്മുടെ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് സാധാരണ ജനങ്ങളെല്ലാം കഷ്ടപ്പെട്ട് തന്നെ കഴിയുന്നവരാണ്, പ്രത്യേകിച്ച് വർക്കിംഗ് ക്ലാസ്. ആ വർക്കിംഗ് ക്ലാസ്സിന് ഇവിടെ തൊഴിലില്ലല്ലോ. തൊഴിൽ പോലും ഇല്ലാത്ത സാഹചര്യത്തിലാണ് ക്ഷേമ പെൻഷൻ കൊടുത്തത്. ആ ക്ഷേമ പെൻഷൻ കൊടുത്തതിന്റെ പേരിലാണ് മണിയാശാൻ ഇതുപോലെയൊക്കെ പറയുന്നത്. ഏത് ആശാൻ പറഞ്ഞാലും അവരെയൊക്കെ ചാട്ടവാറ് കൊണ്ട് അടിക്കേണ്ടതാണ് എന്ന് മാത്രമേ. കാരണം ഇതൊക്കെ ജനങ്ങളുടെ പണമാണ് എന്നതുകൊണ്ട്. അല്ലാണ്ട് മണിയാശാൻ വെറുതെ പറഞ്ഞു, മണിയാശാൻ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ അങ്ങനെ അദ്ദേഹത്തിന് ചാട്ടവാറടിയാണ് കൊടുക്കേണ്ടത് എന്ന് പറയുന്നത്. മണിയാശാന് മാത്രം പറഞ്ഞ പോരെ കേട്ടോ. നമുക്കറിയാമല്ലോ രാഹുൽ ഈശ്വറിനെ എന്തിനാണ് കോടതിയിൽ പിടിച്ചിട്ടിരിക്കുന്നത്, ജയിലിൽ പിടിച്ചിട്ടിരിക്കുന്നത്? പോലീസുകാരോട് ചോദിക്കണതല്ലേ? പോലീസുകാരോട് ചോദിക്കുന്നതിന് പോലീസുകാരെ ആരാ ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നത്? പോലീസുകാരനെ ഇതിനെയൊക്കെ പ്രേരിപ്പിക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട പ്രതിരോധ വകുപ്പായിരിക്കുമല്ലോ. അപ്പൊ ആ പ്രതിരോധ വകുപ്പിന്റെ പ്രധാനപ്പെട്ട പ്രതിരോധ മന്ത്രി, നമ്മുടെ പ്രതിരോധ മന്ത്രി എന്താണ് പറഞ്ഞത്? അന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞ ഒരു കാര്യം ഓർമ്മയുണ്ടല്ലോ, എല്ലാവർക്കും ഓർമ്മ കാണും. അതായത് സ്ത്രീലമ്പടന്മാർ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നത്. അപ്പോൾ ഈ പറയപ്പെട്ട പ്രതിപക്ഷത്ത് മുഴുവനും സ്ത്രീലമ്പടന്മാരാണ്. അതേ സമയത്ത് ഭരണപക്ഷത്തിരിക്കുന്നവരൊക്കെ എങ്ങനെയുള്ളവരാണ്? അവരുടെ കഥകളിലേക്ക് നമ്മൾ ഇറങ്ങിത്തിരിക്കേണ്ടതില്ല. PT കുഞ്ഞുമുഹമ്മദ് മുതല് എത്രയോ, എങ്ങനെ അവരുടെ സ്വഭാവത്തെ പറ്റി നമുക്ക് പറയാം. നമുക്ക് സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊടുത്ത് വലിയ മാന്യമായ സ്ഥാനങ്ങളിൽ വെച്ച് ഒക്കെ കൊണ്ടു നടക്കേണ്ട തരത്തിലുള്ള ആൾക്കാരാണ്. എനിക്കറിയാം, പാലക്കാട് മുതൽ ഇങ്ങോട്ട് പോന്നാൽ, കാസർഗോഡ് മുതൽ ഇങ്ങോട്ട് പോന്നാൽ എത്രയോ പേരെ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് തന്നെ ഈ പറയപ്പെട്ട കാറ്റഗറിയില്, ബഹുമാനപ്പെട്ട പ്രതിരോധ മന്ത്രി പറഞ്ഞ ആ കാറ്റഗറിയിൽപ്പെട്ട എത്രയോ പേരെ നമുക്കറിയാം. നമ്മൾ അറിയാത്തവർ എത്രയോ പേരുണ്ട്. അപ്പൊ അങ്ങനെ മുഖ്യമന്ത്രിയുടെ നാവിൽ നിന്ന് തന്നെ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് അത്ഭുതം തോന്നുന്നത്. ഇനി രാഹുൽ ഈശ്വറിനെ ജയിലിൽ പിടിച്ചിട്ടിരിക്കുന്നതോ
അത് വേറൊരു തമാശയാണ്. നമുക്കറിയാം അയ്യപ്പനോടുള്ള ആ മഹാഭക്തി കാരണം അയ്യപ്പ സംഗമം ഒക്കെ നടത്തി എത്ര കോടികളാണ്, 10 കോടിയോ അതിലധികമോ ആണ് അയ്യപ്പ സംഗമം നടത്തി ചെലവഴിച്ചത്. അയ്യപ്പന്റെ കോപം മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് കണ്ണൂരിൽ നിന്ന് തന്നെയാണ് മുഖ്യമന്ത്രിക്ക് അയ്യപ്പ സംഗമത്തെ പറ്റിയുള്ള അയ്യപ്പനെ പിന്നെ അയ്യപ്പ ശാപം ഒഴിവാക്കാനുള്ള മാർഗം പറഞ്ഞു കൊടുക്കുന്നതും അങ്ങനെ അയ്യപ്പ സംഗമം നടത്തുന്നതും അതിനുശേഷം സംഭവിച്ചതൊക്കെ നമുക്കറിയാം. അപ്പം അയ്യപ്പനെ തൊട്ട് കളിച്ചത് കൊണ്ടോ നമുക്കറിയാമല്ലോ, ഒരു 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 പാട്ട് തന്നെ വന്നിരിക്കുന്നത് പോറ്റിയെ കയറ്റി എന്നും പറഞ്ഞിട്ടുള്ള അതിമനോഹരമായ പ്രാസം ഒപ്പിച്ചിട്ടുള്ള ആ ഗാനം, അതിമനോഹരമായ ആ ഗാനമൊക്കെ ഉണ്ടാകേണ്ടി വന്ന ആ പശ്ചാത്തലം അത് നമ്മൾ ഓർക്കണം. അപ്പം ഇങ്ങനെയുള്ള പശ്ചാത്തലം എല്ലാം ഒരുക്കാൻ സമർത്ഥരായിട്ടുള്ള ഒരു പാർട്ടി, ആ പാർട്ടിയുടെ സാമർഥ്യം ജനക്ഷേമത്തിന് വേണ്ടി ചെലവഴിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ റിസൾട്ട് ഇതാകുമായിരുന്നില്ല. ഇനി റിസൾട്ട് ഇതിനേക്കാൾ മോശമാകും. കാരണം ഈ കിട്ടിയ അവസരം ഒരു കാരണവശാലും പാഴാക്കരുത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രതിപക്ഷത്തിരിക്കുന്നവരെല്ലാവരും അവരുടെ കഴിവ് പ്രകടിപ്പിക്കും. അങ്ങനെ പ്രകടിപ്പിക്കുമ്പോൾ ഈ പറയപ്പെട്ട ദുഷ്കൃതങ്ങളെല്ലാം ഒന്നൊന്നായി പുറത്തു വരും. അങ്ങനെ പുറത്തു വരുമ്പോൾ ഒരു പക്ഷേ കോടതിയും കുറച്ചുകൂടി മുറുകും, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമൊക്കെ കുറച്ചും കൂടി ജാഗരൂകതയോടെ പ്രവർത്തിക്കുമെന്ന് വേണം നമുക്ക് കണക്കാക്കാനായിട്ട്. അതോ എന്തെങ്കിലും എന്താ പറയുക അടിയൊഴുക്കുകൾ മൂലം സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ തേരോട്ടം ഇതുപോലെ തുടർന്നുകൊണ്ടിരിക്കും, ഒരിക്കലും അവസാനിക്കാത്ത തരത്തിൽ എന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും ഇത്തരം ഒരു സാഹചര്യത്തില് ഒരു ഭരണപക്ഷത്തിരിക്കുന്ന ഗവൺമെന്റ് ഓർക്കേണ്ടത് ക്ഷേമ പെൻഷൻ കൊടുത്തത് കൊണ്ട് മാത്രം ഒരു ഭരണം പിടിക്കാനോ പിടിച്ചു നിർത്താനോ വീണ്ടും വീണ്ടും ഭരണത്തിൽ വരുവാനോ കഴിയുകയില്ല. പകരം എന്താണ് ചെയ്യേണ്ടത്? ഈ ക്ഷേമ പെൻഷനിലേക്ക് തള്ളിവിടാതെ സ്വന്തം കാലിൽ നിൽക്കാൻ തക്ക രീതിയിൽ പൗരന്മാരെ ശാക്തീകരിക്കുക. അതെങ്ങനെയാണ് ശാക്തീകരിക്കുക? നല്ല തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട്, നല്ല ആരോഗ്യ സംരക്ഷണ സാധ്യത ഉറപ്പുവരുത്തിക്കൊണ്ട്, അല്ലാതെ മെഡിക്കൽ രംഗം വെന്റിലേറ്ററിൽ ഇട്ടുകൊണ്ടല്ല, നല്ല വിദ്യാഭ്യാസ സാധ്യതകൾ ഒരുക്കിക്കൊണ്ട്. ഇപ്പോ നമുക്കറിയാം ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം ഈ 10 കൊല്ലത്തിന് കഴിഞ്ഞ ദിവസം സ്റ്റാറ്റിസ്റ്റിക്സ് പുറത്തു വന്നിരുന്നു. എന്തുമാത്രം എന്താണ് പറയാ തസ്തികകൾ, അതായത് കുട്ടികളുടെ കുട്ടികളെല്ലാം പ്രീ ഡിഗ്രി കഴിയുമ്പോഴേ വിദേശത്തേക്കോ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ പഠനത്തിന് വേണ്ടി പോകുന്നു. ഈ ക്യാമ്പസ് രാഷ്ട്രീയം അവർക്കറിയാം അവരുടെ ജീവിതം തൊലയ്ക്കുമെന്ന്. അങ്ങനെ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി നല്ല കാലഹരണപ്പെട്ട വിദ്യാഭ്യാസത്തിൽ നിന്ന്, അതായത് അപ്ഡേറ്റഡ് ആയ, അതായത് ഏറ്റവും ഉയർന്ന ഉന്നത നിലവാരം പുലർത്തുന്ന വിദ്യാഭ്യാസ രീതിയിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി ഒക്കെയാണ് പ്രീ ഡിഗ്രി കഴിയുമ്പോഴേ കുട്ടികളെല്ലാം സംസ്ഥാനം വിട്ട് പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരുപാട് സ്കൂളുകളിൽ സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ്. പക്ഷേ ടീച്ചേഴ്സിന്റെ തസ്തിക ഒഴിയില്ല. ഒരു കുട്ടിയാണെങ്കിലും ടീച്ചർ അവിടെ ഉണ്ടാകണമല്ലോ. അപ്പൊ അങ്ങനെയാകുമ്പോൾ വെറുതെ ഖജനാവിൽ നിന്ന് ശമ്പളവും ഒക്കെ കൊടുക്കുകയാണ്. കാരണം ക്ലാസ്സിൽ ഇരിക്കുന്നത് വളരെ ചുരുക്കം കുട്ടികളാണ്. പക്ഷെ അതിനനുസരിച്ച് സ്റ്റാഫിന്റെ എണ്ണം ചുരുക്കാൻ കഴിയുകയില്ല. ഇതിനൊക്കെ മാറ്റം വരണമെങ്കിൽ ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന്റെ ക്വാളിറ്റി മെച്ചപ്പെടണം. ക്യാമ്പസുകളിലെ അരക്ഷിതാവസ്ഥ ഇല്ലാതെ നല്ലവണ്ണം പഠിക്കുന്ന ഒരവസ്ഥ, അതായത് ഇപ്പോഴത്തെ AI പിന്നെ ടെക്നോളജിയിലേക്കൊക്കെ കുട്ടികളെ കൊണ്ടുവരത്തക്ക രീതിയിൽ ഏതൊക്കെ പരുവത്തിൽ അവരെ ഏതൊക്കെ രീതിയിൽ അവരെ സഹായിക്കാമോ ആ തരത്തിലുള്ള വിദ്യാഭ്യാസ മുന്നേറ്റം ഉണ്ടാകണം. അങ്ങനെ ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉണ്ടാകുന്ന മുന്നേറ്റം വളരെ പ്രധാനമാണ് യുവതലമുറയെ പിടിച്ചു നിർത്താൻ. എങ്കിൽ മാത്രമേ അവരുടെ പേരൻസും അതിന് തയ്യാറാവുകയുള്ളൂ. അപ്പൊ അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക്, അതായത് നവകേരള സൃഷ്ടിയിലേക്ക് കേരളം നടന്നെടുക്കുന്നു എന്ന് പറയാനുള്ള എന്തെങ്കിലും സാധ്യത അങ്ങനെ കേരളത്തെ പടുത്തുയർത്താൻ ശ്രമിക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിനുള്ള ശ്രമം ഈ ഗവൺമെന്റ് നടത്തിയില്ല. ഈ ഗവൺമെന്റ് വായ്ത്താരികൾ കൊണ്ട് മാത്രം ജനങ്ങളെ ആകർഷിക്കാൻ ശ്രമിച്ചു. പണമെല്ലാം ദുർവ്യയം ചെയ്ത് കളഞ്ഞു എന്നുള്ളത് ഇവിടെയുള്ള മനുഷ്യർക്ക്, പൗരന്മാർക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ പൗരക്ഷേമം, അതായത് എന്നാണ് പൗരക്ഷേമം തുടങ്ങേണ്ടത്? ഇറങ്ങാൻ നേരത്തല്ല ക്ഷേമ പെൻഷൻ കൊടുത്ത്
പൗരക്ഷേമം ഉറപ്പുവരുത്തേണ്ടത്. കയറുമ്പോൾ മുതലാണ് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ വ്യാവസായിക രംഗത്ത് സമാധാനം സൃഷ്ടിക്കുക, ക്യാമ്പസുകളിൽ സമാധാനം സൃഷ്ടിക്കുക, ക്യാമ്പസുകളിൽ സ്റ്റാർട്ടപ്പ് കൾച്ചർ വളർത്തിയെടുക്കുക. അത് വ്യവസായ മന്ത്രി പ്രസംഗിച്ചത് കൊണ്ടോ ബജറ്റിൽ ചേർത്തത് കൊണ്ടോ ആയില്ല. അതിനുള്ള എൻവയൺമെന്റ് ക്യാമ്പസുകളിൽ ഒരുക്കണം. അതിനുള്ള ആ അന്തരീക്ഷം വേണം. ആ അന്തരീക്ഷമാണ് കേരളത്തിൽ ഇല്ലാത്തത്. കോടതികൾ ആവശ്യപ്പെട്ടിട്ട് പോലും ക്യാമ്പസ് രാഷ്ട്രീയത്തിന് അറുതി വരുത്താൻ, ക്യാമ്പസിലെ കലാപ രാഷ്ട്രീയം, ക്യാമ്പസിൽ രാഷ്ട്രീയം ഉണ്ടാകുന്നത് നല്ലതാണ്, പക്ഷെ കലാപ രാഷ്ട്രീയം ഒരിക്കലും നല്ലതല്ല. അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഒക്കെ ഫലമാണ് ഇപ്പോൾ ഈ ഗവൺമെന്റ് അനുഭവിക്കുന്നത്. അപ്പോൾ ഏത് മേഖല, കാർഷിക മേഖല നോക്കൂ, കാർഷിക മേഖല ഊർധ്വശ്വാസം വലിക്കുന്നു. ആരോഗ്യ മേഖല വെന്റിലേറ്ററിലാണെങ്കിൽ കാർഷിക മേഖല ഊർധ്വശ്വാസം വലിക്കുകയാണ്. റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ കിടക്കുന്നു. കോക്കനട്ട് കർഷകരുടെ, ഞാൻ പറഞ്ഞല്ലോ, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിന്റെ ലഭ്യതയില്ലായ്മ അത് റബ്ബറിനെയും തെങ്ങിനെയും നെല്ലിനെയും ഒരുപോലെ ബാധിക്കുന്നതാണ്. അങ്ങനെ നോക്കുമ്പോൾ സമസ്ത മേഖലകളിലും അരക്ഷിതാവസ്ഥയും ഒക്കെയാണ് നിലനിൽക്കുന്നത്. ഗവൺമെന്റിന് ജനങ്ങളോട് പറഞ്ഞ് നിങ്ങൾക്ക് ഗ്യാരണ്ടി, നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു എന്ന് പറഞ്ഞു നടത്തിയ 1000 പ്രഖ്യാപനങ്ങൾ ഉണ്ടത്രേ. ആ 1000 പ്രഖ്യാപനങ്ങളുടെയും ലിസ്റ്റ് എന്റെ കയ്യിൽ ഇരിക്കുകയാണ്, കഴിഞ്ഞ പ്രാവശ്യത്തെ മാനിഫെസ്റ്റോ. ആ മാനിഫെസ്റ്റോയിലുള്ള ഒന്നും നടപ്പാക്കിയിട്ടില്ല. എഴുതി വെച്ചതിന് ടിക്കിട്ടത് കൊണ്ടും അത് നടപ്പാക്കിയെന്ന് അർത്ഥം വരുന്നില്ല. അത് ഇവിടുത്തെ ജനങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിനേക്കാൾ വലിയ ദുരന്തമാണ് 6 മാസം കഴിയുമ്പോൾ വരാനിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറിയാൽ ഇടതുപക്ഷത്തിന് നല്ലത്. അതിനു മുൻപ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയും ദാസ് ക്യാപിറ്റലും ഒക്കെ എടുത്തു വെച്ച് പഠിക്കുക. എങ്ങനെയാണ് തൊഴിലാളികളെ സംരക്ഷിക്കേണ്ടത്, എങ്ങനെയാണ് തൊഴിലാളികൾക്ക് വേണ്ടി ഭരിക്കേണ്ടത് എന്ന് നല്ലവണ്ണം പഠിച്ചതിന് ശേഷം മാത്രം, ഇവിടെ ഇരിക്കുന്നു ദാസ് ക്യാപിറ്റല് ഒക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മൾ കണ്ണ് തുറന്നിരിക്കുക. ബുദ്ധിയുടെ എല്ലാ വാതിലുകളും തുറന്നിട്ട് ഈ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു, വരാനിരിക്കുന്ന ഏത് ഗവൺമെന്റും ആകട്ടെ, ഒരു ഗവൺമെന്റ് ഭരണത്തിലേറി കഴിഞ്ഞാൽ നമ്മൾ വിജിലന്റ് ആകണം. പൗരന്മാർ വിജിലന്റ് ആകണം. അതുകൊണ്ടാണല്ലോ ഒരു ചൊല്ലുള്ളത്, ഒരു ജനം അവരർഹിക്കുന്ന ഗവൺമെന്റിനെ കിട്ടുന്നു ഒരു ജനത്തിന് എന്ന് പറയുന്നത്. അപ്പൊ നാം വിജിലന്റ് ആണെങ്കിൽ അതുപോലെ നല്ല ഗവൺമെന്റിനെ കിട്ടും. നാം വിജിലന്റ് അല്ലെങ്കിലോ അതുപോലെയുള്ള ഒരു ഗവൺമെന്റിനെ കിട്ടും. അതുകൊണ്ട് ലെറ്റസ് ബി കെയർഫുൾ. നമുക്ക് വിജിലന്റ് ആകാം, നമുക്ക് നല്ല ഭരണം കിട്ടുമെന്ന് ഉറപ്പുവരുത്താം. നാം കൊടുക്കുന്ന നികുതി പണം വെറുതെ നഷ്ടപ്പെടുത്തി കളയുന്നില്ല, ദൂർത്തടിക്കുന്നില്ല. നമ്മൾ നികുതി കൊടുക്കുന്നത് കടലിൽ കല്ലെറിയുന്നത് പോലെ നഷ്ടപ്പെടുന്നില്ല എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് വിജിലന്റ് ആകാം.